ഓം ശരവണഭവ. നമഃശിവായ. ശാന്തായ ശുദ്ധായ നിർമ്മലായ പ്രസന്നായ ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. നമ്മളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട്, ആ ഈശ്വരപ്രസാദം കൊണ്ട്, ഈശ്വരീയമായ ദർശനങ്ങൾ കൊണ്ട്, ഈശ്വരീയമായ സേവകൾ കൊണ്ട് അനുഗ്രഹീതരാണ്. സത്യത്തിൽ ഏതൊന്നാണോ നമ്മൾ അറിഞ്ഞ് ജീവിക്കേണ്ടത്, അതിനെ വിപുലമായ രീതിയിലൊന്നും അറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ലളിതമായ രീതിയിലൊക്കെ അറിഞ്ഞ് അതോടൊപ്പം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മഹത്തരമായ ജീവിതം. ഏതൊന്നാണോ നമ്മളുടെ ജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്, ആധാരമായിട്ടുള്ളത്, അനുഗ്രഹമായിട്ടുള്ളത്, അതോടൊപ്പം നമ്മൾക്ക് ജീവിക്കാനും അതോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അതുതന്നെയാണ് നമ്മുടെയൊക്കെ ഭാവി ജീവിതത്തിൻ്റെ പൂർണ്ണമായ പ്രകാശം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അഹോരാത്രം യജ്ഞിക്കുന്നത്. സത്യത്തിൽ ഇതൊരു മഹത്തരമായ യജ്ഞമല്ലേ നമ്മളൊക്കെ ചെയ്യുന്നത്? ഈശ്വരനെ സങ്കല്പിക്കുന്നതാണ് മഹത്തരമായ യജ്ഞം. അതോടൊപ്പം നമ്മൾ ഈശ്വരനെ ഭജിക്കുന്നു, ഈശ്വരനെ പൂജിക്കുന്നു. ഈശ്വരനെ സേവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നമ്മൾ സേവകൾ ചെയ്യുന്നു. ഇതൊക്കെ തന്നെയല്ലേ സത്യത്തിൽ നമ്മുടെ പൂർവികന്മാർ നമ്മളോട് ഉപദേശിച്ച മഹത്തരമായിട്ടുള്ള യജ്ഞങ്ങൾ. ഭഗവത് സ്മരണ കൊണ്ടും, ഭഗവത് നാമം കൊണ്ടും, ഭഗവത് പാദസേവ കൊണ്ടും, സജ്ജനങ്ങളുടെ കൂടെ ഉള്ളതായ യാത്രകൾ കൊണ്ടും തീർച്ചയായിട്ടും നമുക്കൊക്കെ സൽഗതി ഉണ്ടാവുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സത്യമാണത്. ചിന്തിച്ചു നോക്കൂ. ഈ മഹാശിവരാത്രി മുഹൂർത്തത്തിൽ നമ്മളൊക്കെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടും, ഭഗവാനെ ഭജിച്ചുകൊണ്ടും, ഭഗവാനെ പൂജിച്ചുകൊണ്ടും, ഭഗവാന് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ സമർപ്പിച്ചുകൊണ്ടും നമ്മൾ ആ ഭഗവാന്റെ സന്നിധിയിൽ തന്നെ ലയിച്ചിരിക്കുകയല്ലേ. അതല്ലേ സത്യം? അതാണ് സത്യം. അതുകൊണ്ട് ശ്രീകൃഷ്ണപുരം ശരവണഭവമഠത്തിലെ മഹാശിവരാത്രി അങ്ങനെയല്ലേ നമ്മളെപ്പോഴും വാഴ്ത്താറ്. നമ്മൾക്കറിയാലോ, ഓരോ വർഷവും വളരെ വിപുലമായ രീതിയിൽ മഹാരുദ്രം, രുദ്രം, അതിരുദ്രം, അങ്ങനെയുള്ളതായ മഹത്തരമായിട്ടുള്ള യജ്ഞങ്ങളിലൂടെയൊക്കെ നമ്മൾ ശ്രീകൃഷ്ണപുരം ശിവരാത്രിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചതല്ലേ. ഇപ്പോഴും സത്യത്തിൽ ശ്രീകൃഷ്ണപുരം ശരവണഭവമഠത്തിലെ ശിവരാത്രി ഉച്ചത്തിൽ തന്നെയുള്ളത്, ഉയർന്ന തലത്തിൽ തന്നെയുള്ളത്. ഭാഗികമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും, ഓ പഴയതുപോലെയൊന്നും ഇപ്പോൾ ഇവിടെ ഒന്നും വേണ്ടതുപോലെ നടക്കണില്ലല്ലോ എന്നൊക്കെ. എല്ലാം നടക്കുന്നുണ്ട്. ഭഗവാന്റെ ഭൂതഗണങ്ങൾ എല്ലാം നടത്തുന്നുണ്ട്. ചിലതൊക്കെ സൂക്ഷ്മതലത്തിലാണെന്ന് മാത്രം. സ്ഥൂലമായ തലത്തിൽ നടക്കുന്നത് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റൂ. സൂക്ഷ്മതലത്തിലെല്ലാം നടക്കുന്നുണ്ട്. അതാണ് സത്യം. അതുകൊണ്ടാണ് സ്ഥൂലമായ തലത്തിൽ കുറച്ചെങ്കിലും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ നടത്താൻ സാധിക്കുന്നത്. കാരണം പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ഈശ്വരനെ നമ്മൾ മുറുക്കി പിടിച്ച് ആ ഈശ്വര സങ്കല്പം തകർന്നടിയാൻ പാടില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ഈശ്വര സങ്കല്പത്തിനെ ഉയർത്തിക്കാട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുതന്നെയാണ് സത്യത്തിൽ ഇത്രയും മനോഹരമായിട്ട് ഇന്നും ഇവിടതൊക്കെ നടക്കാൻ കാരണം.
സത്യമല്ലേ? അത് ചിന്തിച്ച് നോക്കൂ. കാരണം ഒന്നുമില്ലെങ്കിലും ഇത്രയൊക്കെ നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ മുന്നിൽ നിന്ന് നടത്തേണ്ട ആൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും എല്ലാം മുന്നിൽ നിന്ന് നടത്തേണ്ട ആളുടെ സാന്നിധ്യവും സങ്കല്പവും അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതായ ഉറച്ച വിശ്വാസത്തിൽ നമ്മളെ കൊണ്ടൊക്കെ ആവുന്നത് പോലെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അതന്നെ മഹത്തരമായ സങ്കല്പമല്ലേ? ശ്രീകൃഷ്ണപുരം ശരവണഭൂമഠത്തിലെ ശിവരാത്രി മഹോത്സവം കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കും. അറിയാലോ, എല്ലാ സങ്കേതങ്ങൾക്കും ചില സമയത്ത് ചില പ്രതിസന്ധികളൊക്കെ സന്ധിക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ അപൂർവം ചിലർക്ക് മാത്രമേ അതോടൊപ്പം നിന്ന് അതിനെ സംരക്ഷിച്ചു വരാനൊക്കെ സാധിക്കൂ. അതാണ് സത്യം. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും മനസ്സ് തളരാതെ ഭഗവാനിൽ ഉറച്ച വിശ്വാസം സമർപ്പിച്ച് ആ ഭഗവാനിൽ മുറുകി പിടിച്ചുകൊണ്ട് ഭഗവാന്റെ യജ്ഞങ്ങളൊക്കെ വേണ്ടതുപോലെ നടക്കണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കില്ലേ നമ്മളൊക്കെ? അതുതന്നെയാണ് ആത്മാർത്ഥമായിട്ടുള്ള ഗുരുഭക്തി. അതുതന്നെയാണ് ആത്മാർത്ഥമായിട്ടുള്ള ഈശ്വരഭക്തി. അതുതന്നെയാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സമർപ്പണമൊക്കെ. അതല്ലേ ശരി? അപ്പം അതുകൊണ്ട് എല്ലാ മക്കളുടെയും എല്ലാ സങ്കടങ്ങളും ഭഗവാൻ തീർത്ത് തരും. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ. ആ ഒരു ദർശനത്തിലൂടെ നമുക്ക് ഇതുവരെയൊക്കെ ഉയരാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഇനിയും നമുക്ക് ഉയരാൻ സാധിക്കും. പിന്നെ ഭാഗികമായിട്ടുള്ളതൊന്നും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. ചിലതൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ, ചിലതൊക്കെ ശ്രദ്ധിച്ചേ മതിയാകൂ എന്നൊക്കെ നമുക്കറിയാം. എന്നാലും കൂടുതൽ അതിലേക്കൊന്ന് ശ്രദ്ധിച്ച് അതിലൂടെ ഒന്നും നമ്മളങ്ങനെ ജീവിക്കാതിരിക്കുക. മനസ്സുകൊണ്ട്, ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടൊക്കെ നമുക്ക് ജീവിക്കേണ്ടി വരും. നമ്മുടെ ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനിലൂടെ ജീവിക്കുക. ഭഗവാൻ എല്ലാം ഒരു നല്ല തലത്തിലേക്ക് എത്തിക്കുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ സഞ്ചരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മനോഹരമാക്കുക. എല്ലാം അറിയുന്നുണ്ട്, വിഷമങ്ങളൊക്കെ അറിയാം, സങ്കടങ്ങളൊക്കെ അറിയാം. ആ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടല്ലോ. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സങ്കല്പങ്ങളൊക്കെ എപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാനും അതോടൊപ്പം സഞ്ചരിക്കാനൊന്നും ഇപ്പോൾ എല്ലാവർക്കും സാധിച്ചോളെന്ന് വരില്ല. എന്നാൽ അതിവിശേഷമായിട്ടുള്ള ചില ജനനങ്ങൾക്ക് അതൊക്കെ സാധിച്ചു എന്ന് വരും. അങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള ഭഗവാന്റെ ഗണങ്ങളാണ് നിങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഇന്നോളം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള കുറവുകളുമില്ലാതെ മക്കൾ ആത്മാർത്ഥമായിട്ട് സമർപ്പണ മനോഭാവത്തോടു കൂടി ഭക്തിയോടും ശ്രദ്ധയോടും സ്നേഹത്തോടും സമർപ്പണ മനോഭാവത്തോടും കൂടി ഭഗവാനെ വിശേഷമായ ആരാധനകളൊക്കെ നടത്തി ആനന്ദിപ്പിക്കുന്നത്. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ഒന്നും കാര്യമാക്കണ്ട, ഒന്ന് മാത്രം കാര്യമാക്കിയാൽ മതി. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി. അത് മതി നമുക്ക്. അതിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ ശ്രദ്ധ ചെലുത്തുക. പിന്നൊക്കെ ഭഗവാൻ നടത്തുന്നു എന്ന് കരുതിയാൽ മതി. അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാം ഭഗവാനാണ് നടത്തണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും. ഓ, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഭഗവാന്റെ അനുഗ്രഹം ധാരാളം നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായാലൊക്കെ ശരിയാവുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഭഗവാനെ പ്രത്യക്ഷമാക്കാനുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനകളൊക്കെ നമ്മളെപ്പോഴും നടത്തും. അതാണ് സത്യം. എല്ലാം മംഗളമാവട്ടെ. ശ്രീകൃഷ്ണതരം മഹാശിവരാത്രി മഹോത്സവം എപ്പോഴും നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബാഹികമായിട്ട് അത്ര വലുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ അതൊക്കെ വരുന്ന കാലങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ അത് വിപുലമായും വിശേഷമായും വളരെ മനോഹരമായിട്ടും നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ കണ്ണീരൊക്കെ ഭഗവാൻ തുടച്ചു തരും. നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ ഏകുന്ന പോലുള്ളതായ നല്ല അനുഭവങ്ങളൊക്കെ ഭഗവാൻ പ്രത്യക്ഷമാക്കി തരും. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നമ്മളൊക്കെ മുന്നിലേക്ക് സഞ്ചരിക്കുക. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, അതുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ. അതാണ് സത്യം. ആ സത്യത്തിൽ നമ്മൾ നിറഞ്ഞ് ജീവിക്കുക. എല്ലാം മംഗളമാവും. ഒന്നുകൊണ്ടും വിഷമിക്കാതിരിക്കുക. മനസ്സ് തളരാതെ ജീവിക്കുക. ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ സഞ്ചരിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തികളും ഈശ്വരനിലേക്ക് അർപ്പിക്കണമെന്നുള്ളതായ മനോഭാവത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക. എല്ലാം അവിടുന്ന് നോക്കിക്കോളും. അവിടുത്തെ അല്ലേ ഈ സൃഷ്ടികളെല്ലാം. അവിടുത്തെ കാരുണ്യമുള്ളപ്പോൾ ഈ അടിയങ്ങൾക്ക് എന്തിനാ ദുഃഖം? അങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാം മംഗളമായി ഭവിക്കും. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. എല്ലാം മംഗളമാവട്ടെ. അധികം വഴുകാണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭഗവാനെ സ്തുതിക്കാം, ഭഗവാനെ ഭജിക്കാം, ഭഗവാനെ പൂജിക്കാം. അതിനുള്ള അവസരം എത്രയും പെട്ടെന്ന് ഒരുങ്ങും. എല്ലാം മംഗളമായി ഭവിക്കും. ഓം ശരവണഭവ. സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വാമി. ഓം ശരവണഭവ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.